ഇത് വാഷിംഗ് മെഷീനിൽ ഒഴിക്കുന്ന ലിക്വിഡ് ഇതിലെടുത്ത് നോക്കിയപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ഇതിലിപ്പോൾ തൽക്കാലം ഒഴിക്കാൻ ലിക്വിഡൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 5 ലിറ്റർ വെള്ളം, അപ്പോൾ ലിറ്റർ അറിയാൻ വേണ്ടിയിട്ട് വെള്ളത്തിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ 5 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സാധനങ്ങൾ കാണിച്ചു തരാം. ഇത് അവരിങ്ങനെയാണ് തന്നേണത്. നമ്മൾ വലിയ ഫസ്റ്റ് ഇടുന്ന ലാസ്റ്റ് നിന്ന് അവരിങ്ങനെ എഴുതി തരും. ഇതിനെല്ലാത്തിനും പേരറിയില്ല. നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കണമെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും. ഇതുപോലെ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 600-650 രൂപ വരുന്ന സാധനമാണ്. നമ്മളിവിടെ പകുതി വിലയ്ക്ക് നമുക്കിത് ഉണ്ടാക്കാൻ സാധിക്കും. ഇതാണ് ഫസ്റ്റിന് എഴുതിയാറുന്നത്. അപ്പോൾ നമ്മളത് ഇളക്കാണ്. ഇങ്ങനെ തരുന്ന് കിടക്കുന്ന ഒരു സാധനമാണ്, ഫൈബർ പോലത്തെ ഒരു സാധനം. അരിമണി പോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് അലിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ഓരോ സാധനങ്ങളായിട്ട് ഇടാൻ പോകണം കേട്ടോ. ഇതിൻ്റെ ഒന്നും പേര് പറയാത്ത സാധനങ്ങളുടെ പേരൊന്നും നമുക്കറിയില്ല. ഇതവിടെ നിങ്ങൾ കടയിൽ ചെന്നിട്ട് ഇത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെടുത്ത് തരും. ഫസ്റ്റ് ഏതറിൻ്റെ, അതിൻ്റെ ഇടയിൽ ഏതറിൻ്റെ, ലാസ്റ്റ് ഏതറിൻ്റെ അവർ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇട്ട് അത് അലിഞ്ഞ് കഴിഞ്ഞു. 10-20 മിനിറ്റ് പിടിക്കും ഇത് അലിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അലിഞ്ഞിട്ടുണ്ട്. നോക്കി കാണിച്ചിരിക്കട്ടെ, കണ്ട നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഉപ്പ് പൊലിക്കണ എന്തോ സാധനം അല്ലേ. അപ്പോൾ അത് അലിഞ്ഞ് കഴിഞ്ഞു ഏകദേശം. ഇനി ഒരു 2-3 കുഞ്ഞ് കഷ്ണങ്ങളുള്ളത് ബക്കറ്റിൻ്റെ അടിയിൽ ഒട്ടി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളത് ചെയ്യുകയാണ്. അപ്പോൾ പൊടി ഇടാൻ പോവാണ്. എന്തിട്ട് പൊടിയാണെന്ന് നമുക്കറിയില്ല. അതിൻ്റെ പേരുകളൊക്കെ അവർ പറഞ്ഞു തരും അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ. നമ്മളത് കൂട്ടായിട്ടാണ് വാങ്ങിയാണ് സെറ്റായിട്ട്. അപ്പോൾ ഇടാണ്. അപ്പോൾ അത് അലിഞ്ഞ് കഴിഞ്ഞു. ഇനി അടുത്ത ഈ ലിക്വിഡാണ് ഒഴിക്കാൻ പോണത്. ഇത് ഇതിൻ്റെ പേര് വല്ലതും അറിയില്ല. പക്ഷെ നല്ല പശപ്പുള്ള എന്തോ സാധനമാണ്. സോപ്പ് ഓയിലൊക്കെ പോലെ ഇരിക്കണേ. ഒഴിക്കണം. അഞ്ച് ലിറ്റർ വെള്ളവും ഇത് ഏകദേശം 1 ലിറ്റർ ഒഴിക്കുമ്പോഴാണ് നമ്മൾ പറഞ്ഞ ഈ 6 ലിറ്റർ ആവണത് കേട്ടോ. ആ ഒഴിച്ചോ. ഇത് അടുത്ത സാധനമാണ്. ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം മണം ഉണ്ടാവാനുള്ള ആ ഒരു ലിക്വിഡും കൂടി ഒഴിക്കണം കേട്ടോ. നല്ല മണമുണ്ട്, ശരിയാ. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാണ്. ഇത് ഇനി ഒഴിക്കാൻ പോകുന്നത് കളറാണ് കേട്ടോ. ഇത് നീലല്ലേ, നീല പച്ചയോ കണ്ട്. ഇത് ഒഴിക്കുമ്പോഴായിരിക്കും വേഗം കളറാവും കേട്ടോ. ഭയങ്കര കളറാവൂലേ. ഉജാലനേക്കാളും കട്ടിയുണ്ട് തന്നെ കളറിന്. ഒരു പൊടിയാണ് ഇത് ഇടാൻ പോകണ്ട. അപ്പോൾ ആ പൊടി നമ്മൾ ഇടാൻ പോകണ്ട. ഇനി എല്ലാ ദിവസത്തെയും പോലെ തന്നെ വീണ്ടും ഇളക്കിയത് മിക്സ് ചെയ്യാണ്. ലാസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അവരിങ്ങനെ എഴുതിയൊക്കെ തരും. അപ്പം അത് ലാസ്റ്റ് ഇടാം. കട്ടിയായില്ലേ. സംഭവം ഏകദേശം റെഡി ആയിട്ടുണ്ടെന്ന് മനസ്സിലായത്. അതിങ്ങനെ എടുത്ത് ഒഴിക്കുമ്പോൾ നല്ല കട്ടിയായിട്ടാ. ഒഴിച്ച് കാണിച്ച് കണ്ട, അടിപൊളിയായിട്ടുണ്ട്. സംഭവം സൂപ്പറായിട്ടുണ്ട്. നല്ല ഇത് പക്ക സെയിം സാധനം തന്നെ ആയിട്ടുണ്ട് കേട്ടോ. കട്ടി ശരിക്കും കട്ടിയായി. പെട്ടെന്ന് നോക്കി നിൽക്കലേ അത് അങ്ങോട്ട് കട്ടിയായിട്ട് മാറി. എൻ്റെ കട്ടി ഇപ്പം നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. സംഭവം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ മേടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീടുകളിലേക്ക് ലാഭമായിരിക്കും. പകുതി പൈസയ്ക്ക് കുറേ നാളത്തേക്ക് ഉണ്ടാവും.
എല്ലാത്തിലും നിറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഏകദേശം ഒരു ലിറ്ററിൻ്റെ അടുത്ത് ബാക്കി വേറെയും വന്നിട്ടുണ്ട്. 2, 4, 6, 7 ലിറ്ററോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങളിത് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ. ഇത്രയൊക്കെയാണ് വീഡിയോയിലുള്ളത്. ഇനി അടുത്ത വീഡിയോയിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.